Hello all my dears, welcome back to our YouTube channel Universe of Tarot 369. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് സ്ഥിരം പ്രേക്ഷകർക്ക്. അപ്പോൾ ഇതൊരു പുതിയതായിട്ട് കാണുന്നവരോട് പറയാണ്, നമ്മളുടെ പഴയൊരു ചാനൽ അതിൻ്റെ അകത്ത് വീഡിയോസ് ഇടാൻ കഴിയുന്നില്ല. ആയതിനാൽ നമ്മൾ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തു. അതാണ് യൂണിവേഴ്സ് ഓഫ് ടാരോ 369. ഇത് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. റീഡിങ്സിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് ഇത് ജനറൽ റീഡിംഗ് ആണ്, ജനറലൈസ്ഡ് റീഡിംഗ് ആണ്. ആർക്ക് വേണേലും കാണാം, പക്ഷെ റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റീഡിങ്സ് എല്ലാം തന്നെ കാണുക. കുറഞ്ഞൊരു നാളുകൾ കൊണ്ട് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോ 1.5 ആഴ്ച കണ്ടായിട്ടുള്ളൂ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ അതിനോടകം തന്നെ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സും പഴയ ചാനലിലെ സബ്സ്ക്രൈബേഴ്സും പുതിയതായിട്ട് ഒരുപാട് പേരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെയധികം നന്ദി പറയുന്നു. നമുക്കെന്തായാലും റീഡിങ്സിലേക്ക് കടക്കാം. Universe, please pray us. Universe, please pray us. Universe, please pray us. Okay. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? Universe, please pray us. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ബോട്ടം ഓഫ് ദ ഡെക്കിൽ 10 of Pentacles ആൻഡ് ജസ്റ്റിസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മഴക്കാലമാണ്, സേഫായിട്ട് പരമാവധി ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും റീഡിങ്സിലേക്ക് കിടക്കാം. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കൂടുതലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്ന് വ്യക്തമാവുന്നുണ്ട്. കാരണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും സാമ്പത്തികം അല്ലെങ്കിൽ കൂടുതലും അവരുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ പണം എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്ന പേഴ്സണാണ്. അല്ലെങ്കിൽ പണത്തിനോട് ഏറ്റവും കൂടുതൽ ആർത്തി, അല്ലെങ്കിൽ കൂടുതലായിട്ടും ചിലപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ടാവാം, മേ ബി ഈ ഒരു പേഴ്സണ് എവിടെയെങ്കിലുമൊക്കെ ഒരു കടം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഒരുപാട് കടത്തിൽ നിൽക്കുന്ന പേഴ്സണാവാം. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ പണത്തിൻ്റെ പിന്നാലെ ഓടുന്ന ഒരു വ്യക്തിയായിട്ടും കാണുന്നുണ്ട്. സോ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെക്കാട്ടിലും ഉപരി ഈ ഒരു പേഴ്സൺ പണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നതാണ് ആദ്യമേ ആ ഒരു തുടക്ക സമയങ്ങളിലെ കാണുന്നത്. ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ പണം 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 എന്നുള്ളൊരു ചിന്താഗതി മാത്രമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ചില ആൾക്കാരുടെ കാര്യത്തിൽ ഇവരുടെ ഓവറായിട്ടുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടാണ്. ചില ആൾക്കാരുടെ കാര്യത്തിൽ നോക്കുമ്പോൾ അവരുടെ സാഹചര്യം കൊണ്ടും
അങ്ങനെ നിൽക്കുന്ന പേഴ്സൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അവരുടെ സാഹചര്യം അവർക്ക് പ്രതികൂലമായതുകൊണ്ട് മാത്രം ഈ ഒരു വ്യക്തിക്ക് ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യത്തിൽ അതിനെ അടിസ്ഥാനമാക്കി നിൽക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളൊരു കാര്യം. ചില വ്യക്തികളുടെ കാര്യം മാത്രമാണ് ഈ അവർക്കുണ്ടായിട്ടും നിങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ ഈ ഒരു പേഴ്സൺ അവരുടേതായിട്ടുള്ള ഒരു ജോലി, അല്ല നിങ്ങൾ വിളിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും ജോലി എന്ന് പറഞ്ഞ് ഒഴിവുകഴിവുകളൊക്കെ പറഞ്ഞിട്ട് പിന്മാറി നിൽക്കുക. നിങ്ങൾ നോക്കുമ്പോൾ അവരുടെ ജോലിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു. അവർ എനിക്ക് ഇത്രയും ഒരു എന്താ പറയുക തിരക്കുകളാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ആ തിരക്കുകൾ കാരണം അതിൽ നിന്ന് പിന്മാറി നിൽക്കുന്നു. ആ സമയത്ത് പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ തയ്യാറാകുന്നില്ല. അപ്പം അങ്ങനത്തെ ഉള്ള ഒഴിവുകഴിവുകൾ പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന വ്യക്തികളുടെയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു പേഴ്സണാന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു പേഴ്സണോട് ഉള്ള ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഈ ഒരു സമയത്ത് പോലും നിങ്ങൾക്ക് ഒരുപാട് നിയന്ത്രണാതീതമായിട്ടുള്ള ഒരു മേഖലയിൽ നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി വിധവ അങ്ങനെയുള്ള രീതിക്ക് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഉള്ള വ്യക്തികളുടെയും കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും ഒരുപാട് കഴുകന്മാരുടെ കണ്ണുകളുള്ള കൂട്ടത്തിലാണ് നിങ്ങൾ അതിന് നടുക്കാണ് നിൽക്കുന്നത്, ഒരു കോഴിക്കുഞ്ഞിനെ പോലെ. അതായത് നിങ്ങൾക്ക് ചുറ്റിനും ഒരുപാട് പ്രശ്നങ്ങളും സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് തിരിയാൻ പോലും പറ്റത്തില്ലാത്തൊരു സന്ദർഭമാണ്. മേ ബി നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് അച്ഛനമ്മയാവാം, അല്ലെങ്കിൽ സഹോദരങ്ങളാവാം, ഫ്രണ്ട്സ് ആവാം. അപ്പം അങ്ങനെയുള്ള തേർഡ് പാർട്ടീസിൻ്റെ ഒക്കെ കണ്ണ് വെട്ടിച്ചിട്ട് മാത്രമാണ് ഈ ഒരു വ്യക്തിനെ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി തന്നെ നിങ്ങൾ സമയം കണ്ടെത്തുന്നത്. എന്നാൽ ആ ഒരു സാഹചര്യം മനസ്സിലാക്കാതെ പോലും ഈ ഒരു പേഴ്സൺ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പുറകെ പോകുന്ന ഒരു വ്യക്തിയായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പം ആ ഒരു വ്യക്തിയോടുള്ള മനോഭാവം എന്ന് പറയുന്നത് അവിടെ നിങ്ങളെപ്പോഴും ഒരു ക്ഷമിച്ചിരിക്കുന്ന ഒരു പ്രകൃതമുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ചും അവരുടെ ഒരു സമയം കളഞ്ഞിട്ട് നിങ്ങളെ വിളിക്കണം എന്നുള്ള ഒരു ചിന്തകളൊന്നും വെക്കുന്ന ഒരു വലിയ ഡിമാൻഡൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിനറിഞ്ഞ് അവർ നിൽക്കുക എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ നിങ്ങൾക്കുമുള്ളൂ. അവരുടെ എല്ലാ സമയം കളഞ്ഞ് നിങ്ങളിലേക്ക് വരണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങളെ ഒന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സൊന്ന് അറിയാൻ പോലും ഈ വ്യക്തി ശ്രമിച്ചിരുന്നു എങ്കിൽ നന്നായേനെ എന്നുള്ളൊരു ചിന്തകൾ മാത്രമാണ്. പലപ്പോഴും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ പോലും, അതായത് ഇപ്പം നിങ്ങളുടെ ഉദാഹരണം ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ബർത്ത്ഡേ എന്താ പറയുക ആ ഒരു ബർത്ത്ഡേ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും അതായത് നമ്മളുടെ ആ ഒരു വയസ്സിലേക്ക് കടക്കുന്നു, ഒരു വയസ്സും കൂടെ നമുക്ക് ആയി, അല്ലെങ്കിൽ അത് നമ്മളുടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തെയാണ് നമ്മൾ അതെല്ലാം കാണുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് പോലും ബാക്കിയുള്ളവരെല്ലാം തന്നെ വിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർ വിഷ് ചെയ്യുവാനോ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്കോ നിങ്ങളുടെ സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഹാപ്പി ആ ഒരു ഹാപ്പി മൊമെൻറ്റിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി ഈ വ്യക്തി വളരെയധികം മടിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥതയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോകുന്നൊരു രീതിയാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു പേഴ്സൻ്റെ പ്രവണതകളും, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബന്ധത്തിൽ വളരെയധികം നല്ല രീതിക്ക് ഒരു എന്താ പറയുക ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റേബിളായിട്ട് നിൽക്കണം, നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു വ്യക്തിനെ മനസ്സിലാക്കി നിൽക്കണമെന്നുള്ള ചിന്താഗതി മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളൂ. അല്ലാതെ വലിയൊരു എന്താ പറയുക ഈ 24 hours വിളിച്ചുകൊണ്ടിരിക്കണം, എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയൊന്നും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളൊന്നും തന്നെ വെക്കുന്നുമില്ല. അതിനുള്ള ഒരു എന്താ പറയുക അത്ര സ്വാർത്ഥതയൊന്നും നിങ്ങൾക്കില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടി എന്താ പറയുക നിങ്ങൾ എവിടെയാണ് സന്തോഷിക്കുന്നത് അവിടെ വന്ന് നിൽക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഈ ഒരു പേഴ്സൺ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ആ ഒരു വ്യക്തിയുടെ
പ്രവണതകളിൽ എന്താ പറയുക, നിങ്ങൾ കൂടുതലായിട്ടും ഒരുപാട് മനോദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഒരു മനംമാറ്റം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കാണിക്കുന്നുണ്ട്. ഒരുപാട് ദൂരങ്ങൾ, നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും വളരെയധികം ദൂരം നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ വളരെയധികം വിള്ളലുകളുണ്ട്. ഒരു സമയം അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സൺ ആവാം. പക്ഷേ എന്നിരുന്നാലും കുറേയധികം നാളുകൾക്ക് ശേഷം ഈ ഒരു വ്യക്തി വല്ല എബ്രോഡ് പോയിട്ടുണ്ടാവാം, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടാവാം. ആ ഒരു സമയത്താണ് ഈ ബന്ധത്തിൽ കൂടുതലായിട്ട് വിള്ളലുകൾ വന്നിട്ടുള്ളത്. എബ്രോഡെന്ന് തന്നെ പറയാൻ പറ്റില്ല, ചിലപ്പം ഇപ്പം നിങ്ങളെക്കാട്ടിൽ ഒരുപാട് ദൂരം, മേ ബി ഇപ്പം എബ്രോഡ് തന്നെ ആയിരിക്കണം എന്നില്ല. ഇപ്പം നമ്മൾ നമ്മളുടെ ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്കായിരിക്കും ഈ ഒരു പേഴ്സൺ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കാണിക്കുന്നുണ്ട്. എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ബന്ധം ആയിട്ട് കാണിക്കുന്നില്ല. എപ്പോഴും നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കണ്ടുമുട്ടാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ വഴികളിലൊക്കെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് വെച്ചതുകൊണ്ടും അല്ലെങ്കിൽ ആ ഒരു ലോങ് ഡിസ്റ്റൻസും ഒക്കെ കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഒരു സ്വാർത്ഥ താല്പര്യം ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് മാറിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആ ഒരു പഴയ ഇടത്ത് തന്നെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ പഴയ ഒരു സ്വഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ അവരുടെയാണ് ഒരു സ്വഭാവമൊക്കെ ആകെ മൊത്തം ചേഞ്ച് ആയി പോയിട്ടുള്ളത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നൊരു സമയങ്ങളിലും ആ ഒരു പേഴ്സൺ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്വഭാവത്തിലും വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്തെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് ഇതിനെപ്പറ്റി തന്നെ ഒരുപാട് വാക്കുതർക്കങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്കിവിടെ നോക്കുമ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താ പറയുക, 10 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട് ആൻഡ് ജസ്റ്റിസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്പ്രെഡുകളിൽ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ നാൾ നോക്കി ഈ ഒരു പേഴ്സൺ മാറുമോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ജീവിക്കുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ നോക്കി. പക്ഷേ എന്നിരുന്നാലും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർ മാറാൻ യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു. എന്നാൽ നിങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളൊരു നിലപാടെന്ന് പറയുന്നത്, ഇനി ഞാനായിട്ട് അങ്ങോട്ടേക്ക് ഒരു പടി എന്താ പറയുക, ഈ ഒരു വ്യക്തിനെക്കാട്ടിൽ മുന്നിൽ നിൽക്കും, അതുപോലെ തന്നെ ഞാനായിട്ട് ഇനി അങ്ങോട്ടൊന്നിനും പോവത്തില്ല എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടാണ് നിങ്ങൾ അവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു അവർ മുഖേന ഉണ്ടായിട്ടുള്ള തെറ്റുകൾ അവർ തന്നെ തിരുത്തണം എന്നുള്ളൊരു വാശി നിങ്ങൾക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സെൽഫ് വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു മൂല്യം നിങ്ങൾക്കും ഉണ്ട്. ഞാനും ഒരു മനുഷ്യനാണ്, ആ ഒരു പരിഗണനയെങ്കിലും തരൂ എന്നുള്ള, ഞാനൊരു മനുഷ്യനാണ്, അപ്പോൾ എനിക്കും സ്വാർത്ഥതയുണ്ട്, അതുപോലെ തന്നെ എനിക്കും മൂല്യമുണ്ട്. ഞാൻ കൊടുക്കുന്നൊരു സ്നേഹത്തിന് എനിക്ക് തിരിച്ചു തരത്തില്ലെങ്കിൽ അവിടെ ഞാൻ നിന്നിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അവർ പൊയ്ക്കോട്ടെ എന്നുള്ളൊരു നിങ്ങൾ അങ്ങോട്ടൊരു വിട്ടുകൊടുക്കലാണ് കാണിക്കുന്നത്. സകല കാര്യത്തിലും നിങ്ങൾ തോൽവിയാണ് നിങ്ങൾ സമ്മതിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യത്തിലും നിങ്ങൾ തോറ്റു കൊടുക്കുകയാണ്. അവരുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ പൊയ്ക്കോട്ടെ എന്നുള്ളൊരു രീതി. അപ്പം നിങ്ങളുടെ മനസ്സ് അറിയാതെ ഒരുപാട്, ആ ഒരു പേഴ്സൺ അറിയാതെ ഒരുപാട് ആ ഒരു ഹൃദയത്തിനുള്ളിൽ ഒരുപാട് തറച്ചിട്ടുണ്ട് ഈ ഒരു പേഴ്സണെ. അത്രയും സ്വാധീനിച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിനെ ഈ ഒരു പേഴ്സൺ. എന്നിട്ടും അത് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ചുവടുകളിലും നിങ്ങളോടൊപ്പം കൂടെ നിൽക്കേണ്ട ഒരു വ്യക്തി ഒരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ കിട്ടി, അതിൻ്റെ പുറകെ പോയപ്പോൾ നിങ്ങൾ അവിടെ ആരുമല്ല എന്നുള്ളൊരു രീതിക്കും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെയുമാണ് ഈ ഒരു പേഴ്സൺ നിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെയധികം അവരുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, എന്നാൽ ഈ ഒരു സമയത്തെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിനെ എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ നിങ്ങളുടെ നിലപാട് കീറി മുറിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം ഇവിടെ നിങ്ങൾ വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ വിട്ടുകൊടുക്കലിൽ നിങ്ങളുടെ ആ ഒരു ഹൃദയത്തിൽ കീറി മുറിച്ചിട്ടുള്ളൊരു വേദന, അല്ലെങ്കിൽ ആ ഒരു ആണി എന്ന് പറയുന്നത്, അത് യൂണിവേഴ്സ് തന്നെ ഊരി മാറ്റുന്ന സന്ദർഭമാണുള്ളത്. നിങ്ങൾ അത്രയും വിഷമിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ
ആ ഒരു വ്യക്തിക്കിട്ട് ആ ഒരു വ്യക്തിയുടെ മനസ്സിനെ നിങ്ങളാണ് അവിടെ സ്പർശിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങളവിടെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ മനസ്സിനെ വളരെയധികം അഗാധത്തിൽ ഒരു എന്താ പറയുക, വളരെയധികം കീറി മുറിക്കുന്നുണ്ട്. ആ ഒരു വേദന എന്ന് പറയുന്നത് താങ്ങാൻ പറ്റുന്നില്ല. അവർ ഓർക്കുന്നത് നിങ്ങൾ ഉണ്ടായിരുന്നൊരു സമയത്ത് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക അവിടെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സന്ദർഭത്തിൽ എന്ന് പറയുമ്പോൾ ഈ സമയത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ ഇല്ല എന്നുള്ള ഒരു രീതി, അല്ലെങ്കിൽ അവർക്ക് ആരുമില്ല. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ മാത്രമായിരിക്കാം ചിലപ്പോൾ ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ കൂടി ഇല്ലെങ്കിൽ അവർക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു സമയത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നിങ്ങളുടെ ജീവിതം ഒരുപാട് അഗാധമായിട്ട് പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ മനസ്സിനെ പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിനെയൊക്കെ മനോധൈര്യത്തോടു കൂടി നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അത്രയും നമുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധി കാലഘട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ എന്നുള്ളൊരു തരത്തിലും നമ്മൾ ചിന്തിക്കുന്നുമുണ്ട്. എന്നാലും ഈ ഒരു സമയത്തെന്ന് പറയുമ്പോൾ അതിനെല്ലാം ഒരു എന്താ പറയുക, യൂണിവേഴ്സ് തന്നെ അതിനെല്ലാം ഒരു ഉത്തരം നൽകുകയാണ്. കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടുകൾ കൊണ്ട് ഈ ഒരു വ്യക്തിക്ക് ഇത്രയും നാളും ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള പരിഗണനയും അല്ലെങ്കിൽ അവരുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുന്നത് കൊണ്ടുമൊക്കെ ഈ ഒരു പേഴ്സണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു തിരിച്ചടി ആ ഒരു വ്യക്തിക്ക് വളരെയധികം വേദനിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ മനസ്സ് വേദനിപ്പിക്കാനല്ല ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അവർ പോയി സന്തോഷിക്കട്ടെ, അവരുടെ ഒരു സ്വാർത്ഥതയ്ക്കനുസരിച്ച് വിട്ടിട്ടുള്ളതാണ്. എന്നാൽ ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ വളരെയധികം അഗാധമായിട്ട് ഈ ഒരു വ്യക്തിനെ പരിക്കേൽപ്പിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് എന്താ പറയുക, കൂടുതലായിട്ടും ഈ സമയത്ത് നിങ്ങളോടൊരു റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. കാരണം അവൾ അല്ലെങ്കിൽ അവൻ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തുവല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണെങ്കിലും എൻ്റെ ഒരു വഴിക്ക് വിട്ടല്ലോ എന്നുള്ളൊരു തോന്നൽ ഈ ഒരു പേഴ്സണ് വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു സ്നേഹം കൂടുന്നു എന്നും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ ഈ ഒരു പേഴ്സണ് കഴിയുന്നുണ്ട്. ഇത് തന്നെയാണ് അവരുടെ ഒരു മാറ്റമെന്ന് പറയുന്നത്. ഈ ഒരു മാറ്റമാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രതീക്ഷിച്ചിട്ടുള്ളതും. കാരണം ഇങ്ങനൊരു മാറ്റം ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്നിട്ട് യാതൊരു അർത്ഥവും ഇല്ല. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യവും ഇല്ല. കാരണം ഇവിടെ ഒരാൾ മാത്രം എഫേർട്ട് ഇട്ടിട്ട് എന്താ പറയുക, ഭണ്ടാരണ്ട് പറയുന്ന പോലെ, പഴഞ്ചൊല്ല് പറയുന്ന പോലെ, ആർക്കാനും വേണ്ടി ഓക്കാനിച്ചിട്ട് എന്താണ് കാര്യം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. കാരണം ആ ഒരു പേഴ്സണിന് വേണ്ടി ജീവിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു കാര്യവും കിട്ടാൻ പോകുന്നില്ല. കാരണം ഒരു പ്രണയമെന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ അർത്ഥമൂല്യമായിട്ട് വരുന്ന എന്താണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിഞ്ഞ് സ്നേഹിക്കുക, അതിനനുസരിച്ച് ആ കൈകോർത്ത് ജീവിതകാലം മുഴുവനായിട്ട് തൻ്റെ പ്രിയപ്പെട്ടവരെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിൽ തന്നെയാണ് ആ ഒരു അർത്ഥമുള്ളത്. എന്നാൽ അത് കിട്ടാത്ത സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് എന്താ പറയുക, ചോദിച്ചു വാങ്ങേണ്ടതല്ല ഒരു സ്നേഹമെന്ന് പറയുന്നത്, അത് മനസ്സറിഞ്ഞ് തരേണ്ടതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഒരുപാട് സഹിച്ച് നിന്നിട്ട് ലാസ്റ്റ് സഹി ഇട്ടിട്ട് അവരുടേതായിട്ടുള്ള വഴിക്ക് വിട്ടത് കൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പം ഈ ഒരു സമയത്ത് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനനുസരിച്ച് അല്ലെങ്കിൽ ഇനിയുള്ള കാലമെന്ന് പറയുന്നത് അത് തീർത്തും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളോടൊപ്പം ഒരു സന്തോഷത്തോടു കൂടി ജീവിക്കണം. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ 10 ഓഫ് പെൻറ്റക്കിൾസ് നോക്കുമ്പോൾ അറിയാം, ഈ റിലേഷൻഷിപ്പിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സണ് ഈ ഒരു ആ ഒരു ഫാമിലി പോലെ അല്ലെങ്കിൽ ആ ഒരു ബന്ധം കൂടുതൽ സ്ട്രോങ് ആക്കിയും അതുപോലെ തന്നെ പിതൃക്കന്മാരുടെ ഒരു അനുഗ്രഹം കാണിക്കുന്നുണ്ട്. പിതൃക്കന്മാരുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഈ ഒരു സമയത്ത് സന്തോഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പിതൃക്കന്മാരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് കൂടുതലായിട്ട് നിങ്ങൾ യോജിക്കണം, അല്ലെങ്കിൽ യോജിച്ചും കൂടെ കാണണം. അതായത് പരസ്പരം മനസ്സിൻ്റെ ഉള്ളിൽ മാത്രമല്ല, അത് പ്രവൃത്തികളിലൂടെ അവർക്ക് കാണണം എന്നുള്ളൊരാഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഉടനെ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ അല്ലെങ്കിൽ ഈ ഒരു റീഡിങ്സ് കാണുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് വൈറ്റ് കളറുള്ള ബട്ടർഫ്ലൈസ്, ഇതൊക്കെ ഒരു ശാന്തതേനെയാണ് കാണിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഈ ഒരു പേഴ്സൺ
ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഇത് എന്താ പറയുക, നേരിട്ട് കാണാനുള്ള ഒരു സൗഭാഗ്യം ഈ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടുന്നതാണ്. ചിലപ്പം ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം ഈ ഒരു വ്യക്തിനെ നേരിട്ട്. അതിനുള്ളൊരു അവസരങ്ങൾ കൂടിയാണ് ഈ ഒരു പേഴ്സൺ തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളുടെ ചാനലിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് റീഡിങ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം ഓർത്ത് വെക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. പുതിയ പുതിയ വീഡിയോസും വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ. ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ ബൈ. താങ്ക് യു സോ മച്ച്.